നമസ്തേ, ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. നമ്മളുടെ നാരായണീയ പഠനത്തിൽ ദശകം 4 അഷ്ടാംഗ യോഗവും തൽസിദ്ധി പ്രകാരവും എന്നുള്ളതിൽ 13ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ശ്ലോകം നോക്കാം. തത്ര വാ തവ പദേഥവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തദാ സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭേദ്യ ജഗദണ്ഡമോജസാ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം. തത്ര വാ തവ പദേ പ്ലസ് അഥവാ വസൻ പ്രാകൃത പ്രളയേ പ്ലസ് ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ പ്ലസ് വിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡം പ്ലസ് ഓജസ. സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി പദച്ഛേദം നോക്കാം. പ്രാകൃത പ്രളയേ പ്രാകൃത പ്രളയേ സ്വേച്ഛയാ സ്വ ഇച്ഛയാ ജഗദണ്ഡം ജഗത് അണ്ഡം. പദച്ഛേദവും കഴിഞ്ഞു. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയാലോ. തത്ര വാ അഥവാ തവ പദേ വസൻ. ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ പദത്തിലോ വസിക്കുന്നവനായിട്ട് യോഗി പ്രാകൃത പ്രളയേ പ്രാകൃത പ്രളയത്തിൽ ബ്രഹ്മപ്രളയത്തിൽ എന്നർത്ഥം മുക്തനാം ഏതി മോക്ഷം പ്രാപിക്കുന്നു. അഥവാ അല്ലെങ്കിൽ സ്വേച്ഛയാ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പുരാഖലു പ്രാകൃത പ്രളയത്തിന് മുമ്പ് തന്നെ ഓജസ ജഗദണ്ഡം തൻ്റെ യോഗബലം കൊണ്ട് ബ്രഹ്മാണ്ഡം സംവിഭിദ്യ പിളർന്നിട്ട് വിമുച്ഛതേ മോക്ഷത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മലോകത്തിലോ വൈകുണ്ഠലോകത്തിലോ വസിക്കുന്ന അങ്ങയുടെ ഭക്തൻ പ്രാകൃത പ്രളയം ഉണ്ടാകുമ്പോൾ മുക്തനായി തീരുന്നു. ഭക്തനെ മറ്റൊരു തരത്തിലാണ് ആഗ്രഹമെങ്കിൽ പ്രാകൃത പ്രളയത്തിന് മുമ്പ് തന്നെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ഓജസ്സുകൊണ്ട് ബ്രഹ്മാണ്ഡത്തെ ഭേദിച്ച് മുക്തനായി തീരാം. മഹർലോകത്ത് നിന്ന് സത്യലോകത്തിൽ എത്തിയാൽ സത്യലോകത്തിലും അതിൻ്റെ ഭാഗമായ വൈകുണ്ഠത്തിലും ദിവ്യലോകത്തിലെ സുഖാനുഭവങ്ങൾ മതി എന്ന് തോന്നിയാൽ പുണ്യാത്മാക്കളുമായി സഹവാസത്തോടുകൂടി ബ്രഹ്മപ്രളയകാലം വരെ കഴിയാം. സ്വന്തം ഇഷ്ടപ്രകാരം പ്രാകൃത പ്രളയത്തിന് മുൻപ് തന്നെ ഓജസ്സുകൊണ്ട് ബ്രഹ്മാണ്ഡ മുക്തനാവുകയും ചെയ്യാം. നിർവികൽപ്പ സമാധിക്ക് ശേഷമുള്ള ജീവാത്മാവിൻ്റെ ഗതി സ്വതന്ത്രമാണ് എന്ന് ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ലിംഗ ശരീരത്തോടു കൂടിയോ ഉപേക്ഷിച്ചോ ബ്രഹ്മരന്ധ്രത്തിലൂടെ പുറത്തു കിടക്കുന്ന ജീവാത്മാവിന് സദ്യോ മുക്തിയോ ക്രമമുക്തിയോ ഇഷ്ടമനുസരിച്ച് സ്വീകരിക്കാം. ക്രമമുക്തി സ്വീകരിച്ചാൽ പുനർജന്മമില്ലാതെ അർച്ചിതാദിഗതിയോ ധൂമ്രാദിഗതിയോ സ്വീകരിക്കാം. ബ്രഹ്മപ്രളയകാലം വരെ വേണമെങ്കിൽ സത്യലോകത്തിലോ വൈകുണ്ഠലോകത്തിലോ കഴിയാം. അതിനു മുമ്പ് തന്നെ വേണമെങ്കിൽ ബ്രഹ്മാണ്ഡം ഭേദിച്ച് മുക്തി നേടാം. ശരീരസ്ഥനായി ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് നേടിയ യോഗബലമാണ് ബ്രഹ്മാണ്ഡ ഭേദത്തിന് പോലും ശക്തി നൽകുന്നത്. ആ ബലത്തെക്കുറിച്ചാണ് ഓജസ എന്ന പ്രയോഗം. പ്രളയം 4 വിധമാണ്: നിത്യം, നൈമിത്തികം, പ്രാകൃതം, ആത്യന്തികം. ഉണ്ടായ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിൽ ലയിക്കുന്നതാണ് പ്രളയം. ബ്രഹ്മാവ് സൃഷ്ടിച്ച ലോകം ഓരോ ബ്രഹ്മദിനം കഴിയുന്തോറും നശിക്കുന്നു. ഒരു കൽപ്പകാലമാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ കഴിയുമ്പോൾ ഉണ്ടായതെല്ലാം ഇല്ലാതാകുന്നു. നിത്യവും ഇത് ആവർത്തിക്കുന്നതിനാൽ നിത്യം എന്ന പേര് വന്നു. 14 മന്വന്തരങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രളയം നൈമിത്തികം. ബ്രഹ്മവൈകുണ്ഠ ലോകങ്ങൾ കൂടി നശിക്കുന്ന ബ്രഹ്മപ്രളയമാണ് പ്രാകൃത പ്രളയം. സൃഷ്ടി നശിച്ച് പുനരാവർത്തിയില്ലാതെ എല്ലാം ബ്രഹ്മത്തിൽ ലയിക്കുന്നത് ആത്യന്തിക പ്രളയം.
അവയിൽ പ്രാകൃത പ്രളയം വരെയേ ജീവാത്മാവുള്ളൂ. അതുകൊണ്ടാണ് പ്രാകൃത പ്രളയം വരെ സത്യലോകത്തിൽ കഴിയാം എന്ന് പറഞ്ഞത്. ബഹുകൽപ്പകാലങ്ങൾ സത്യലോകത്തിൽ കഴിയാൻ താല്പര്യമില്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തെ ഭേദിച്ച് മുക്തി നേടുകയും ചെയ്യാം. ബ്രഹ്മാണ്ടത്തെ എങ്ങനെ ഭേദിക്കാം എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം. സകലതും കൃഷ്ണപാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ.